കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ AKG ഭവനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ കേരള രാഷ്ട്രീയത്തെ ഒട്ടാകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. വെറുമൊരു തിരഞ്ഞെടുപ്പ് തോൽവിയല്ല, മറിച്ച് LDF കോട്ടകളുടെ അടിത്തറയിളകിയ ഈ പതനത്തിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി പാർട്ടി കേന്ദ്ര നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല. ഡൽഹിയിലെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്. മുൻ മുഖ്യമന്ത്രി നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നയിക്കുന്ന കേരള ഘടകത്തിന് നേരെ ഡൽഹിയിൽ ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ സംസ്ഥാനത്ത് മറ്റൊരു വശത്ത് പാർട്ടിക്ക് തലവേദനയായി വിഴിഞ്ഞം തുറമുഖ വിഷയത്തിലെ ആഭ്യന്തര ഭിന്നതകളും പരസ്യമാവുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ CPM-ന്റെ ദേശീയ നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കേരളത്തിലെ സാഹചര്യങ്ങളെ വീക്ഷിക്കുന്നത്. ഡൽഹിയിൽ പുരോഗമിക്കുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരള ഘടകത്തിനെതിരെ സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. യോഗത്തിന്റെ പൊതുവിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിലുണ്ടായ ഈ കനത്ത തിരിച്ചടി തികച്ചും അപ്രതീക്ഷിതവും അസാധാരണവുമാണ്. നമുക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും CPM-ന് വലിയ രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ആ പരാജയത്തിന് ശേഷം തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമെന്നും സംസ്ഥാന നേതൃത്വം മുറവിളി കൂട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി തുറന്നടിക്കുന്നത് മറ്റൊന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെയും വോട്ട് ചോർച്ചയെയും ശരിയായ രീതിയിൽ ഗൗരവത്തിലെടുക്കാൻ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല. ജനങ്ങൾ നൽകിയ ആ ആദ്യ മുന്നറിയിപ്പ് കൃത്യസമയത്ത് കണ്ട് വീഴ്ചകൾ പരിഹരിച്ചിരുന്നു എങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തകർച്ചയും നാണക്കേടും പാർട്ടിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും വിരൽ ചൂണ്ടുന്നത്. ചുരുക്കി പറഞ്ഞ അടിത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ മുകളിലിരുന്ന എടുത്ത തീരുമാനങ്ങളാണ് പാർട്ടി ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തെന്താണ്? അത് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കാണ്. തലമുറകളായി പാർട്ടിയെ നെഞ്ചിലേറ്റിയ തൊഴിലാളി വർഗവും സാധാരണക്കാരുമാണ് CPM-ന്റെ ശക്തി. എന്നാൽ അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റിയും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. പാർട്ടിയുടെ ഈ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വീണിരിക്കുന്നു. കാലങ്ങളായി പാർട്ടിയെ വിശ്വസ്തയോടെ പിന്തുണച്ചിരുന്ന പ്രമുഖ ജനവിഭാഗങ്ങളും സാധാരണക്കാരും പാർട്ടിയുമായി വലിയ അകലം പാലിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അകൽച്ച ഉണ്ടായത്? ഇതിന് ഉത്തരം നൽകിയത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെ ചർച്ചയിൽ പങ്കെടുത്ത ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ്. അവരുടെ വാക്കുകളൊന്ന് ഞാൻ പറയാം. നമ്മുടെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിലെ ധാർഷ്ട്യം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റി. അധികാരത്തിന്റെ തിളക്കത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെയും വിമർശനങ്ങളെയും പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ശൈലി ചില നേതാക്കളെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഭരണകൂടവും പാർട്ടിയും ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്ന സ്വയം വിമർശനം യോഗത്തിൽ കനത്ത രീതിയിൽ തന്നെയാണ് ഉയർന്നത്. അതോടൊപ്പം തന്നെ ഗുരുതരമായ മറ്റൊരു പ്രവണതയും കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപരിചിതമായ പാർലമെന്ററി മോഹങ്ങൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ്. ജനസേവനത്തിനുമപ്പുറം പദവികൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയുള്ള ഓട്ടം പാർട്ടിയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. പഴയതുപോലെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുള്ള ലളിതമായ പ്രവർത്തന ശൈലിയിലേക്ക് പാർട്ടി എത്രയും വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. ഇങ്ങനെ കേന്ദ്രം അന്ത്യശാസ്ത്രം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിലെ ആ തന്ത്രപരമായ നീക്കം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം താഴെത്തട്ടിലുള്ള പാർട്ടി കമ്മിറ്റികളിൽ നിന്നും അണികളിൽ നിന്നും കടുത്ത വികാരമാണ് ഉയർന്നു വന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തീരുമാനങ്ങൾക്കുമെതിരെ താഴെത്തട്ടിൽ കടുത്ത വിമർശനങ്ങളാണ് പുകയുന്നത്. എന്നാൽ അവരത് അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി MA ബേബി ഔദ്യോഗികമായി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഈ രണ്ട് നേതാക്കളെയും നേരിട്ട് കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ രാഷ്ട്രീയ അർത്ഥം വളരെ വ്യക്തമാണ്. ഒരു കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന പ്രമുഖ നേതാക്കളെ പരസ്യമായി തള്ളിപ്പറയാൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. എങ്കിലും റിപ്പോർട്ടിൽ പേരുകൾ പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി അടിമുടി മാറ്റങ്ങൾ വരുത്തണമെന്ന കടുത്ത നിർദ്ദേശം തന്നെയാണ് പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന കേരള നേതൃത്വത്തിന് കേന്ദ്രം നൽകിയിരിക്കുന്നത്. മൂന്നാം തവണ ജനവിധി തേടിയപ്പോൾ എവിടെയാണ് പിഴച്ചതിനെ കുറിച്ച് സാധാരണ പ്രവർത്തകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ കീഴ്ഘടകങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തണമെന്നൊക്കെ പറയുന്നു. വല്ല കാര്യമുണ്ടോ?
ഈ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കിടയിലാണ് ഡൽഹിയിൽ നിന്ന് മറ്റൊരു കൗതുകകരമായിട്ടുള്ള എന്നാൽ അതീവ ഗൗരവമേറിയതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കാണുന്ന സമയം, ഇത് നിങ്ങൾ അറിഞ്ഞ വാർത്തയാണ്, ഞാൻ ഇതിനെ കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. തലേദിവസം നടന്ന ഫുട്ബോൾ ലോകകപ്പിലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ പോരാട്ടത്തിലെ ആവേശത്തിലായിരുന്നു അദ്ദേഹം എന്ന് തോന്നുന്നു. കളിയിലെ തന്ത്രങ്ങളെ രാഷ്ട്രീയവുമായി ഉപമിച്ച് സ്വന്തം നേതാക്കൾക്ക് നൽകിയത് ഒരു കടുത്ത ജാഗ്രതാ നിർദ്ദേശമായിരുന്നു. MA ബേബി പറഞ്ഞത് ഇതായിരുന്നു: ഫുട്ബോൾ കളി എല്ലാവർക്കും നൽകുന്നത് ഒറ്റയ്ക്കല്ല, മറിച്ച് പരസ്പരം പാസുകൾ നൽകി മുന്നോട്ട് പോകണമെന്ന വലിയൊരു സന്ദേശമാണ്. കൃത്യമായ അസിസ്റ്റുകൾ ഇല്ലാതെ ആർക്കും ഇവിടെ ഗോൾ അടിക്കാൻ കഴിയില്ല. ഇത് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. കളിയിലെ ആദ്യ പകുതിയിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് കുറവുകൾ പരിഹരിക്കാനാണ് അടുത്ത പകുതിയിൽ ശ്രമിക്കേണ്ടത്. ബേബി ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണോ സംസാരിച്ചത്? അതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അല്ല. അദ്ദേഹം കേരളത്തിലെ CPM-നുള്ളിൽ പുകയുന്ന പരസ്യമായ ഉൾപാർട്ടി തർക്കങ്ങൾക്കും ഭിന്നതകൾക്കുമുള്ള മറുപടിയാണ് ആ വാക്കുകളിൽ ഒളിപ്പിച്ച് കടത്തിയത്. തൻ്റെ ടീമിലെ മറ്റു കളിക്കാർക്ക് പാസ് കൊടുക്കാതെ സ്വയം ഗോൾ അടിക്കാൻ നോക്കുന്ന ചില സ്ട്രൈക്കർമാർ കേരളത്തിലെ പാർട്ടിയിലുണ്ടെന്ന സൂചനയാണ് അദ്ദേഹം അവിടെ നൽകിയത്. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും അദ്ദേഹം ഫുട്ബോൾ ഭാഷയിൽ വിമർശിച്ചു. ഇന്ന് രാജ്യം ഭരിക്കുന്ന BJPക്ക് അനുകൂലമായാണ് റഫറി നിലകൊള്ളുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിൽ കൂടി ആ റഫറി ജനങ്ങളാണെന്ന് അദ്ദേഹം ഇപ്പോഴും സമ്മതിച്ചു തരുന്നില്ല. അത് പിന്നെ എതിർ പാർട്ടിയാണെന്ന് നമുക്ക് കരുതാം. എതിർ പാർട്ടിയല്ല, മറ്റൊരു എവിടെയോ കിടക്കുന്നൊരു പാർട്ടി എന്ന് നമുക്ക് കരുതാം. എന്തായാലും കേരളത്തിലെ സ്വന്തം ടീമിനുള്ള ഐക്യമില്ലായ്മയാണ് പാർട്ടിയെ തകർത്തതെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്തായാലും അടങ്ങിയിട്ടുണ്ട്. പാർട്ടി വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന ഈ ഒരു ഘട്ടത്തിൽ നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഒട്ടും പോറലേൽക്കാത്ത വിധം ഐക്യം ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. MA ബേബി ഇത്രയും കടുത്ത മുന്നറിയിപ്പ് നൽകാൻ കൃത്യമായൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ പുകയുന്ന കടുത്ത ആഭ്യന്തര ഭിന്നതകൾ തന്നെയാണ്. പാർട്ടി ഒന്ന് പറയുന്നു, ദേശാഭിമാനി മറ്റൊന്ന് പറയുന്നു. എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ അസംതൃപ്തി നിറഞ്ഞ നിലപാടാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള EP ജയരാജനും സ്വീകരിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ അദ്ദേഹത്തിനുള്ള വിയോജിപ്പ് പരസ്യമാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം ഡൽഹിയിൽ നടക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഈ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും ആയുർവേദ ചികിത്സയുടെ കാരണം പറഞ്ഞാണ് EP മാറി നിന്നത്. പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് കടുത്ത തിരുത്തൽ രേഖ ചർച്ച ചെയ്യുമ്പോൾ ഒരു മുതിർന്ന നേതാവ് യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അപ്പോൾ നൽകുന്ന രാഷ്ട്രീയ സൂചനകൾ ചെറുതൊന്നുമല്ല. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിയിൽ യാതൊരുവിധ ഭിന്നാഭിപ്രായങ്ങളില്ലെന്ന് സ്വരാജ് അടക്കമുള്ള മറ്റുള്ള എല്ലാ നേതാക്കളും പറയുമ്പോഴും അത് പ്രകടമാണ്. അതായത് ഗോവിന്ദൻ ഒന്ന് പറയുന്നു, പിണറായി മറ്റൊന്ന് പറയുന്നു, അവരുടെ പാർട്ടി പത്രം മറ്റൊന്ന് പറയുന്നു, നേതാക്കൾ മറ്റൊന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ LDF അടിച്ച് പിരിഞ്ഞ് കിടക്കുക തന്നെയാണ്. പ്രത്യക്ഷത്തിൽ അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി സത്യം അതാണെന്ന് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ തിരുത്തൽ നടപടികൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ തന്നെ ബോധിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.